ഹായ് മക്കളെ, അപ്പോൾ ഇത്തവണ +1 സ്റ്റുഡൻസിന് സ്കൂൾ വൈസ് പല ടൈമുകളിലായിരിക്കും എക്സാം. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പം ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്, മക്കൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നറിയില്ല. ഇനിയിപ്പം എക്സാം കഴിഞ്ഞു പോയ കുട്ടികളോ അല്ലെങ്കിൽ എന്താണ് ഇനിയിപ്പം ചാപ്റ്റർ വൈസ് അല്ലെങ്കിൽ എന്താ ക്ലാസ് വൈസ് അങ്ങനെയൊക്കെയാണ് എക്സാമുകളെങ്കിൽ നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആവും എന്നറിയില്ല. നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇപ്പം അല്ലാതെ ഒരു സെറ്റായിട്ട് എന്താണ് ഒരു എക്സാമൊക്കെ ആയിട്ട് നിങ്ങൾ സ്കൂളിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയ കാര്യം ഒന്നുമില്ല. നിങ്ങൾ ആദ്യമായിട്ട് +1 എക്സാം എഴുതാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻസ് പാറ്റേൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പം ഇത് സാർ ആഡ് ചെയ്തിട്ടുള്ളത് 2019-20 ആ ടൈമിലുള്ള നിങ്ങളുടെ ഫസ്റ്റ് ടേം എക്സാമിൻ്റെ ഓണം എക്സാമിൻ്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ഇവിടെ നമുക്ക് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യം ഉണ്ടാവുന്നത് ഒറ്റ മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒരു 4 2 മാർക്കിന് എഴുതുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 3 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ്. പിന്നെ അതുപോലെ 4 മാർക്കിൻ്റെ ഏതെങ്കിലും 3 എണ്ണം 4 മാർക്കിൻ്റെ 3 എണ്ണം എഴുതുക. പിന്നെ 5 മാർക്കിൻ്റെത് 5 മാർക്കിൻ്റെത് 2 ക്വസ്റ്റ്യൻസ് എഴുതുക. പിന്നെ നേരെ നമ്മൾ 8 മാർക്കിൻ്റെ അടുത്ത 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 1 മാർക്കിന് 2 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. പിന്നെ ലാസ്റ്റ് 8 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത്. ഇങ്ങനെയായിരുന്നു കുറച്ച് മുൻപ് വരെ ഉണ്ടായിട്ടുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഒരു പാറ്റേണും കാര്യങ്ങളും മാർക്കൊക്കെ വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഈ ഒരു പാറ്റേണിലായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ സാർ ഈ ഒരു കാര്യം മക്കളോട് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പം നിങ്ങൾക്കറിയാം ആദ്യത്തെ 3 ചാപ്റ്ററുകളായിരിക്കും നിങ്ങൾക്ക് എന്തുണ്ടാവുക എക്സാമിന് ഉണ്ടാവുക. റെഡി? ആദ്യത്തെ 3 ചാപ്റ്ററുകളിൽ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഐറ്റം തന്നെയായിരിക്കും, ജേണൽ എഴുതുക. ജേണൽ ലെഡ്ജർ എന്നുള്ളതായിരിക്കും. അത് നിങ്ങളൊന്നും ഇവിടെ നോട്ടീസ് ചെയ്യാം. സാറ് പറയാൻ വന്നിട്ടുള്ളത് ആ കാര്യമല്ല. എന്നാൽ കഴിഞ്ഞ വർഷത്തെ ഇതിപ്പോൾ സാർ ആഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞിട്ടുള്ള +1 പബ്ലിക് എക്സാമിന്റെ പാറ്റേൺ ആണ്, ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിലെ പാറ്റേണിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. മാർക്കിൽ ഒരു ചെറിയ ചേഞ്ച് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കിയ ക്വസ്റ്റ്യനിൽ കണ്ടു 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 4 മാർക്കിന്റെ 5 മാർക്കിന്റെ 8 മാർക്കിന്റെ അങ്ങനെയായിരുന്നു. പക്ഷേ ഇവിടെ നോക്കിക്കോ, ഇവിടെ നമുക്ക് ആദ്യം നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ഇനി 3 ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ള രീതിയിലുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ 3 മാർക്കിന്റെ 5ഓളം ക്വസ്റ്റ്യൻസ് എഴുതുക എന്നുള്ള രീതി. 3 മാർക്കിന്റെ 5ഓളം ക്വസ്റ്റ്യൻസ് ആയി. ദെൻ അത് കഴിഞ്ഞിട്ട് 4 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് എഴുതുക എന്നായി. ദെൻ ലാസ്റ്റ് ആയിട്ട് 6 മാർക്കിന് 2 ക്വസ്റ്റ്യൻസ് എഴുതുക എന്നായിട്ടുണ്ട്. 8 മാർക്കിന് 2 ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം മുതൽ വന്നിട്ടുള്ള ഒരു ചേഞ്ച് ആണിത്. ക്വസ്റ്റ്യൻ 6 മാർക്കിനായിരിക്കും, അത് 2 എണ്ണം എഴുതുക. അതിന് തൊട്ട് മുൻപത്തുള്ളത് 4 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ് എഴുതുക. അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പാറ്റേൺ വൈസ് +2കാർക്കൊക്കെ നടത്തുന്നത് പോലെ തന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഒരു മാർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് ഇതായിരിക്കും. കഴിഞ്ഞ വർഷം മുതൽ ഉണ്ടായിട്ടുള്ള. അപ്പോൾ ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കാം നിങ്ങൾക്ക് ഓണം എക്സാം മുതൽ ഇത്തവണ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി വെക്കുക. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കണ്ട. ജേണൽ എൻട്രി ഒക്കെ നിർബന്ധമായിട്ട് പഠിച്ചോളാം. ആയിട്ട് നമുക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട. ജേണൽ ലെഡ്ജറും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി മുതൽ ഈ ഒരു ദിവസം മുതൽ അങ്ങോട്ട് നമ്മൾ ഒരുപാട് എക്സാമിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് വരും. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പം എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ഇനിയിപ്പോൾ പലർക്കും പല ടൈമിലൊക്കെയാണ് എക്സാമും കാര്യങ്ങളും ഉള്ളത്. പക്ഷെ നമ്മൾ പഠിക്കാൻ വേണ്ടി ഈ ഒരു ടൈം ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു തീർക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അതിനിപ്പോൾ ഒരു എക്സാം വേണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓണം എക്സാം ഉള്ള കുട്ടികൾക്ക് ഓണം എക്സാം നമുക്ക് നല്ല മാർക്ക് തന്നെ വാങ്ങണം. അല്ലാത്തവർ അടിപൊളിയായിട്ട് പഠിക്കുകയും ചെയ്യാം. നമുക്ക് വീണ്ടും കാണാം. ബൈ.